കലൂർ സ്റ്റേഡിയത്തിൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് റോഡ് ഷോയാണ്. റോഡ് ഷോയ്ക്ക് വേണ്ടി നമുക്കറിയാം, ഇതിനു മുൻപും അദ്ദേഹം ഇവിടെ റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ വളരെ ആവേശകരമായി 2 വട്ടമാണ് ഇവിടെ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നതെന്നാണ് ഓർമ്മിക്കുന്നത്. ഒന്ന് നമ്മളുടെ ഹോസ്പിറ്റൽ റോഡ് വഴി ഇവിടേക്ക് മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവം അതിനുണ്ടായിരുന്നു. ഇതിന് പിന്നീട് രണ്ടാമത് വരുന്നത് തേവരയിൽ നടന്ന ആ പരിപാടിയിലാണ്. അതിന് ഏതാണ്ട് ഷിപ്പ്യാർഡ് ജംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും അദ്ദേഹം ഒരുപക്ഷെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയേക്കാമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ വളരെ കൃത്യമായി അദ്ദേഹം ഇറങ്ങാൻ ആവശ്യപ്പെടുകയും പിന്നീടുള്ളൊരു ദൂരം അദ്ദേഹം നടക്കുകയുമായിരുന്നു. തേവര കോളേജിലേക്ക് ഒരു പകുതിയിലേറെ ദൂരം അദ്ദേഹം നടന്നു പോവുകയും ചെയ്തത് വളരെയധികം പ്രവർത്തകരെ ആവേശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്തായാലും ആ രീതിയിൽ ഉള്ള ഒരു റോഡ് ഷോ, അങ്ങനെയുള്ള റോഡ് ഷോ അല്ല എന്തായാലും ഇന്ന് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ന് സംഘാടകർ പറയുന്നതനുസരിച്ച് അവരുടെ ഒരു നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായും സ്റ്റേഡിയത്തിനകത്ത് ഒരു സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡിലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കുന്നത് മെട്രോ സ്റ്റേഷൻ, കലൂർ മെട്രോ സ്റ്റേഷൻ എത്തുമ്പോൾ തന്നെ ഒരു പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിയേക്കാം, അല്ലെങ്കിൽ അതിന് മുൻപ് ഇതിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം പ്രവർത്തകർ കൂടുതലായിട്ട് അവിടെ തമ്പടിച്ചിട്ടുണ്ട്. നേരത്തെ അവിടെ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ കൂടുതൽ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം അവിടെയുണ്ട്. ഇന്ന് ഏതാണ്ട് 50,000-ഓളം പേർ അവിടെ എത്തുമെന്ന് തന്നെയാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത്. അങ്ങനെ ഈ ചുറ്റുപാടുമുള്ളവരെ അവരെ ഒരു ആവേശത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാം തന്നെ പ്രധാനമന്ത്രി റോഡ് ഷോയും അടക്കമുള്ള കാര്യങ്ങൾ കഴിയാറുണ്ട്. ഏതായാലും ആ രീതിയിലെല്ലാം പൂർണ്ണമായ ഒരു സജ്ജമായ രീതിയിലേക്ക് കാര്യങ്ങൾ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകാതെ ഇവിടേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാവികസേന ആസ്ഥാനത്ത് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ വളരെ പെട്ടെന്ന് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ഏതാണ്ട് റോഡുകൾ പൂർണ്ണമായും ഇവിടേക്കുള്ള ദൂരത്തിൽ ഏതാണ്ട് റോഡുകൾ പൂർണ്ണമായും തന്നെ ട്രാഫിക് ക്ലിയർ ചെയ്ത ഒരു സ്ഥിതിയിലാണുള്ളത്. ഇതിന് വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരുക, ഈ സമ്മേളനത്തിൽ അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ്. ധീവരസഭ ഈ സമ്മേളനത്തെ കരുതുന്ന ചരിത്രപരമായ ഒരു സമ്മേളനം, ചരിത്രപരമായ ഒരു നിയോഗമാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ ഒരു സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം തന്നെ അറിയാം. കാരണം ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് സംസ്ഥാനത്ത് തന്നെ ഒരു പ്രബലമായ ഒരു സമുദായം തന്നെയാണ് ധീവരസഭ എന്നെല്ലാം തന്നെ പറയേണ്ടത്. പക്ഷേ അത് അവർ ആ രീതിയിൽ തന്നെ കോർത്തി